കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യം. താഴെ തലത്തിൽ പാർട്ടി ശക്തിപ്പെടണം. കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ പ്രാദേശിക തലത്തിൽ ആളില്ല. ആദ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കട്ടെ എന്ന് കർണാടകയിൽ സ്വീകരിച്ച രീതി കേരളത്തിലും വരണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പിന്നെ സംസ്ഥാന തലത്തിലുള്ള പരിപാടിയിൽ നിന്നൊന്നും ഞാൻ സാധാരണ പങ്കെടുക്കുന്നില്ല. എന്ത് പഞ്ചായത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ്. പഞ്ചായത്ത് സാധാരണക്കാരുടെ ഇലക്ഷനാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ രാപ്പകൽ പണിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകർക്കുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് ഇലക്ഷൻ. അതിന് ഞാൻ സജീവമായിട്ട് അതിൻ്റെ ഏത് ഭാഗത്തും ഞാനുണ്ടാവും. അത് ഞാൻ കുറച്ച് കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നതാണ്. കാരണം ഇത് താഴെ തട്ടുള്ള പരിപാടിയിലൊന്നും കൂടെ സജീവമാവാലോ. സാധാരണ പ്രവർത്തകരോടൊപ്പം കുറച്ച് കാലം കൂടെ ഒന്ന് ചെലവഴിക്കാന്ന് വെച്ചിട്ടാണ്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെയാണ് കെ മുരളീധരന്റെ പ്രതികരണം? വേണു, തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ശിബിരത്തിലാണ് കെ മുരളീധരൻ പാർട്ടിയുടെ പ്രവർത്തകരുടെ ശൈലിയെക്കുറിച്ച് വിമർശനാത്മകമായി സംസാരിച്ചത്. അതായത് ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അധികാരമോഹമുണ്ട്. ഇപ്പോൾ ആർക്കും ബൂത്ത് വേണ്ട. ആദ്യം തന്നെ DCC-യിലേക്ക് വരണം. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും KPCC-യിലേക്ക് വരണം. കാക്കത്തൊള്ളായിരം ഭാരവാഹികളുടെ കൂട്ടത്തിൽ പോയിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നും പ്രവർത്തകർക്ക് വിമർശനം ഉൾക്കൊള്ളണമെന്നും കെ മുരളീധരൻ പറയുന്നു. വാർഡ് തലത്തിൽ പൈസ പോക്കറ്റിലാക്കാമെന്ന ചിന്തയാണ് ഭൂരിഭാഗം പ്രവർത്തകർക്കും ഉള്ളതെന്നാണ് കെ മുരളീധരൻ വിമർശിക്കുന്നത്. ചിലർ കാശ് വാങ്ങി കീശയിലിടും. അതിനുശേഷം ഒന്നോ രണ്ടോ പേരുമായി വോട്ട് ചോദിക്കാൻ പോകും. വെറുതെ തല്ലുകൊണ്ടാൽ നടന്നാൽ മതിയോ, അധികാരത്തിൽ വരണ്ടേ എന്നും പ്രവർത്തകരോട് കെ മുരളീധരൻ സംസാരിക്കുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ താഴെത്തട്ടിൽ ഒരുക്കുന്നതിന് മുന്നോടിയായാണ് കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർഡാമിൽ സംഘടിപ്പിച്ച ആര്യനാട് മണ്ഡലം കമ്മിറ്റിയുടെ ഈ പഠന ശിബിരത്തിൽ പങ്കെടുത്തത്. ഇതിലാണ് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കെ മുരളീധരൻ വിമർശിച്ചത്. മാത്രമല്ല, തൃശൂരിലെ തോൽവിയെക്കുറിച്ചും കെ മുരളീധരൻ തമാശ രൂപേണ പറഞ്ഞു പോയിരുന്നു. അതായത് BJP-യുടെ പ്രവർത്തനം കേരളത്തിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് കണ്ടുപഠിക്കണം, പ്രവർത്തകർ വോട്ട് ശേഖരിക്കണം, ബൂത്ത് തലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പഠന ശിബിരത്തിൽ കെ മുരളീധരൻ ഓരോന്നായി അക്കമിട്ട് പറഞ്ഞു പോയത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.